പെന്തക്കോസ്തുകാരുടെ കണ്ണിലുണ്ണിയായ ആൾദൈവം അനിൽ കൊടിത്തോട്ടം ദീർഘകാലത്തെ ക്രിസ്തീയ ജീവിതം ഉപേക്ഷിച്ച് നിരീശ്വരവാദത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഒരു റിപ്പോർട്ടാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. നിങ്ങളെ ഓരോരുത്തരെയും പോലെ തന്നെ എന്നെയും ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഒരു വാർത്ത തന്നെയായിരുന്നു ഇത്. കാരണം ഇത്രയും നാൾ സമൂഹത്തിൽ ക്രിസ്ത്യാനിറ്റിയുടെ പ്രചാരകനായി വ്യാജങ്ങൾ പ്രചരിപ്പിക്കുവാൻ ഏറ്റവും മുൻപന്തിയിൽ നിന്നൊരു വ്യക്തി തന്നെ പെട്ടെന്നൊരു ദിവസം ഇതേപോലെ നിരീശ്വരവാദത്തിലേക്ക്, അയാൾ ഏറ്റവും കൂടുതൽ എതിർത്തിരുന്ന നിരീശ്വരവാദത്തിലേക്ക് പോവുക എന്ന് പറയുന്നത് ആർക്കും തന്നെ വിശ്വസനീയമായൊരു കാര്യമേ അല്ല. കൊടിത്തോട്ടം നിരീശ്വരവാദി ആകണമെങ്കിൽ ആദ്യം ക്രിസ്ത്യാനിയായിരുന്നല്ലോ. അപ്പോൾ ക്രിസ്ത്യാനിയായിരിക്കുന്ന ഒരു വ്യക്തി ആരായിരിക്കണം എന്ന് കൊടിത്തോട്ടം തന്നെ ഡെഫിനിഷൻ വൈസ് പറഞ്ഞു തരുന്നൊരു വീഡിയോ ഉണ്ട്. അത് നമുക്ക് ആദ്യം ഒന്ന് കണ്ടു നോക്കാം. ഈ സുവിശേഷ യോഗങ്ങളിൽ പഴയ നിയമം പ്രസംഗിക്കേണ്ടതുണ്ടോ? സുവിശേഷ യോഗങ്ങളിൽ സങ്കീർത്തനങ്ങൾ വായിക്കേണ്ടതുണ്ടോ? സഭായോഗത്തിൽ സങ്കീർത്തനം വായിക്കേണ്ടതുണ്ടോ? ഇതൊക്കെ ഒരു 10 വർഷമായി നമ്മുടെ ഇടയിൽ വലിയ ചർച്ചാ വിഷയമാണ്. സങ്കീർത്തനം വായിക്കുന്നതിനാണ് ചിലത് വായിച്ചു മടുത്തു, ഇനി അത് വേണ്ട. ആര് കൊടുത്തു ഈ അവകാശം? ചില പുസ്തകം വേണ്ടെന്ന് പറയാനും ചിലത് വേണമെന്ന് പറയാനും ദൈവം നമ്മളെ ചുമതലപ്പെടുത്തിയിട്ടില്ല. ഈ 66 പുസ്തകങ്ങളും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിയോഗിക്കപ്പെട്ട് എഴുതി എന്ന് വിശ്വസിക്കുന്നവന്റെ പേരാ ക്രിസ്ത്യാനി. അതിലൊന്നും കളയാൻ നമ്മളെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ 66 പുസ്തകങ്ങളും പരിശുദ്ധാത്മ പ്രേരിതമായിട്ട് എഴുതി എന്ന് വിശ്വസിക്കുന്ന 66 പുസ്തകവും, അഗെയിൻ റിപ്പീറ്റ്, 66 പുസ്തകവും പരിശുദ്ധാത്മ പ്രേരിതമായി എഴുതി എന്ന് വിശ്വസിക്കുന്നവനാണ് ക്രിസ്ത്യാനി. അതിലെ ഒരു പുസ്തകം പോലും കുറയ്ക്കാനോ കൂട്ടാനോ ആർക്കും യാതൊരുവിധ അവകാശമില്ല. അപ്പോൾ ക്രിസ്ത്യാനി ആരാണ് എന്ന കാര്യത്തിൽ ഒരു തീരുമാനമായില്ലേ? അപ്പോൾ പിന്നെ ഇനിയും നമുക്ക് കൊടിത്തോട്ടം എവിടെയാണ് ക്രിസ്ത്യാനിത്വം ഉപേക്ഷിച്ച് നിരീശ്വരവാദത്തിലേക്ക് കടന്നത് എന്നൊന്ന് കേട്ടു നോക്കാം. ഞാൻ ചലഞ്ച് ചെയ്യുന്നു. ഞാൻ പരസ്യമായിട്ട് ഇദ്ദേഹം പറഞ്ഞത് ശരിയെങ്കിൽ ഇവിടെ വെച്ച് വിശ്വാസം ഉപേക്ഷിക്കാൻ തയ്യാറാണ്. അദ്ദേഹം പ്രൂവ് ചെയ്യണം. ബേർഡൻ ഓഫ് പ്രൂഫ് ബിലോങ്സ് ടു ഹിം. ഇവിടെ വെച്ച് ഉപേക്ഷിക്കും. ബൈബിളിൽ ഞാൻ ന്യൂ ടെസ്റ്റ്മെന്റിന്റെ പ്രതിനിധിയാണ്. 2000 ആണ്ടിലെ ക്രിസ്തീയ വിശ്വാസത്തിന്റെ ചരിത്രത്തിൽ 27 പുസ്തകങ്ങളുള്ള ക്രിസ്ത്യാനിത്വത്തിന്റെ ആധാരശിലയായ പുതുനിയമത്തിൽ എവിടെങ്കിലും മനുഷ്യനെ അന്യമതസ്ഥനെ കൊല്ലാൻ ഒരു വചനം, ഒറ്റ വചനം. ശ്രദ്ധിച്ച് കേട്ടല്ലോ. 66 പുസ്തകങ്ങളിൽ ഒന്നുപോലും കുറയ്ക്കാതെ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനിയിൽ നിന്ന് ഒരു പബ്ലിക് സ്റ്റേജിലേക്ക് വന്നപ്പം 27ആയി ചുരുങ്ങിയിരിക്കുകയാണ്. തീർന്നിട്ടില്ല, നമുക്ക് ബാക്കി കേട്ട് നോക്കാം. ഓൾഡ് ടെസ്റ്റ്മെന്റിലുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചോളം അത് 10 കമാൻഡ്മെന്റ്സ് ആണ്, ഗോഡ് ഗിവൺ കമാൻഡ്മെന്റ്സ്. ബാക്കി ഇൻസിഡൻസ് ആണ്. മനുഷ്യൻ ചെയ്ത തെറ്റുകൾ, തെറ്റായ നടപടിക്രമങ്ങൾ, സിവിൽ റൂളുകൾ, അന്നത്തെ ക്രിമിനൽ റൂൾസ്, അതിനെ തെറ്റായി ഇന്റർപ്രറ്റ് ചെയ്താണ് അദ്ദേഹം സംസാരിക്കുന്നത്. ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് പറയുമ്പോൾ ജൂതമതത്തിന്റെ ഏതെങ്കിലും പാരമ്പര്യങ്ങളോ ആന്റിക്വിറ്റീസോ എടുത്തല്ല ചർച്ച ചെയ്യേണ്ടത്. പ്രമാണം എടുത്തിട്ട് അങ്ങേക്ക് പറയാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ എല്ലാം മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ ഈ ഗ്ലോബൽ എസൻസിന്റെ ഭാഗമാകും. അദ്ദേഹം ന്യൂ ടെസ്റ്റ്മെന്റ് ഉപയോഗിച്ചിട്ട് ക്രിസ്ത്യാനിറ്റിയുടെ വിശ്വാസ പ്രമാണം ഉപയോഗിച്ചിട്ട് എന്നോട് ചർച്ചയ്ക്ക് വരട്ടെ. ഞാൻ ഇവിടെ വെച്ച് പറഞ്ഞ വാക്ക് പാലിക്കും. ചേടാ, ഇതിപ്പോൾ ഒരിടത്ത് പുള്ളി പറയുന്നു 66 പുസ്തകവും ഞമ്മൻ്റെ സാധനമാണെന്ന്. നേരെ മറിച്ച് അടുത്ത ഒരിടത്ത് ചെല്ലുമ്പോൾ അവിടെ പറയുന്നു 27 പുസ്തകം മാത്രമേ നമ്മുടേതുള്ളൂ. ഇതിൽ ഏതാണ് ശരി? ഇതിപ്പോൾ 2 വ്യക്തികളാണ് പറഞ്ഞതെങ്കിൽ 2 പേരുടെ വിശ്വാസമാണെന്നെങ്കിലും നമുക്ക് വെക്കാം. ഇതിപ്പോൾ ഒരേ വ്യക്തി തന്നെ 2 സ്റ്റേജിൽ 2 വർത്താനം പറയുന്നു. ഇനിയിപ്പോൾ ഞാൻ കേട്ടതിൻ്റെ കുഴപ്പമാണോ എൻ്റെ അറിവില്ലായ്മയാണോ എന്താണെന്ന് എനിക്കറിയില്ല. പുള്ളി പറഞ്ഞിരിക്കുന്നത് പഴയ നിയമം എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗോഡ് ഗിവൻ 10 കമാൻഡ്മെൻറ്റ്സ്, 10 കൽപ്പനകൾ മാത്രമാണ്. ബാക്കി പഴയ നിയമത്തിലുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് നടന്നിട്ടുള്ള ഇൻസിഡൻസ്, മനുഷ്യർ ചെയ്ത പ്രവൃത്തികളെ, അങ്ങനെയുള്ള കാര്യങ്ങളെന്നാണ്. അവിടെ എനിക്ക് ചെറിയൊരു ചോദ്യം ചോദിക്കാനുള്ളത്, പഴയ നിയമത്തിലെ യഹോവ, അതായത് പുള്ളി പറയുന്ന പുതിയ നിയമത്തിലെ യേശു ക്രിസ്തുവിൻ്റെ അപ്പൻ ആയ യഹോവ നേരിട്ട് പറഞ്ഞ് നടത്തിയിട്ടുള്ള കൊല്ലും കൊലകളും പുള്ളി നേരെ അരുളി ചെയ്തിട്ടുള്ളതാണ്. മനുഷ്യർ ചെയ്തതല്ല, അവരുടെ ക്രിമിനൽ നിയമങ്ങളോ കാര്യങ്ങളോ ഇൻസിഡൻസോ ഒന്നുമല്ല. യഹോവ നേരിട്ട് അരുളി ചെയ്തു എന്ന് ബൈബിളിൽ എഴുതി വെച്ചിട്ടുള്ള പല കാര്യങ്ങളും, അതായത് യോശുവയോടും മോസസിനോടും അങ്ങനെ ശൗലിനോടും ശമൂവേലിനോടും അങ്ങനെ ഓരോരുത്തരോടൊക്കെ നേരിട്ട് അരുളി ചെയ്തിട്ട് ചെയ്ത പ്രവൃത്തികളൊക്കെ മനുഷ്യരുടെ മാത്രം പ്രവൃത്തികളാണോ? ഈ യഹോവ തന്നെ ആയിരിക്കുമല്ലോ നിങ്ങളുടെ പിതാവായ ദൈവവും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നേരിട്ട് യഹോവ പറഞ്ഞു എന്ന് പറഞ്ഞ് പഴയ നിയമത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് മനുഷ്യന്മാർ എഴുതി ചേർത്തതാണോ എന്നുകൂടെ ഒരു ഉത്തരം പറയണം. എഴുതി ചേർത്തതാണെങ്കിൽ അതിനുള്ള മറുപടി പിന്നീട് തരാം. ഇനി ഇവിടെയും തീർന്നിട്ടില്ല. പുതിയ നിയമമാണോ പഴയ നിയമമാണോ വിലപ്പെട്ടത്, അങ്ങനെ ഒരു ചർച്ച നടക്കുകയാണ്. ആ ചർച്ചയിൽ ഏതാണ് വിലപ്പെട്ടതെന്നും കൂടെ വിശദീകരിക്കുന്നുണ്ട്. ആ ഒരു വിശദീകരണം കൂടെ നമുക്കൊന്ന് കേട്ട് നോക്കാം. ചിലർക്ക് ഇതൊക്കെ വായിച്ചാൽ മനസ്സിലാക്കാൻ പാടാണ്. അതുകൊണ്ട് അവര് പ്രസംഗിക്കാനും കൈകാര്യം ചെയ്യാനുള്ള ഭയം കൊണ്ട് ചിലത് പറയും ഇതിലൊന്നും കാര്യമില്ല. പിന്നെ ഏതിലാ കാര്യം? ഒരാൾ പറഞ്ഞ ഒരു കാര്യം പഴയ നിയമ വിരുദ്ധരിക്കും ഒത്തിരി ഉണ്ട്. അതിലൊരാൾ എന്നോട് പറഞ്ഞ കാര്യമുണ്ട്. ഒരാൾ 50 രൂപയുടെ മുദ്രപത്രം വാങ്ങി
അഡ്വാൻസ് വാങ്ങിക്കൊണ്ട് സ്ഥലം എഴുതിക്കുക. 5 ഏക്കർ സ്ഥലം എഴുതാൻ ഇന്ന് 100 രൂപയുടെയോ പണ്ട് 50 രൂപ മതി, 100 രൂപയുടെ മുദ്രപത്രം വേണം അഡ്വാൻസ് ചെയ്യുമ്പോൾ. ഈ 1 ഏക്കർ സ്ഥലം ഇങ്ങനെ അഡ്വാൻസ് ചെയ്യുന്ന സമയത്ത് എഴുതിയ മുദ്രപേപ്പറിന്റെ പരമപ്രധാനമായ വാല്യൂ എന്ന് പറയുന്നത് 6 മാസമാണ്. 6 മാസത്തിനുള്ളിൽ ട്രാൻസാക്ഷൻ കഴിഞ്ഞിരിക്കണം. ഇടപാടുകൾ പണം കൊടുത്ത് തീർത്ത് സ്ഥലം പേരിക്കൂട്ടി എടുക്കണം. എന്നിട്ട് സ്ഥലം പേരിക്കൂട്ടി എടുത്തു കഴിഞ്ഞാൽ എന്റെ പേരിലേക്ക് ഞാൻ ആധാരം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ തന്ന ആ 100 രൂപയുടെ കരാർ എഴുതിയ പത്രത്തിന് എന്താണ് വില? ശരിയല്ലേ? ആ പത്രം പോയി, അത് കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കാം, അത് കീറിപ്പോകാം, ആരും പിന്നെ ആ പേപ്പർ പരിഗണിക്കുകയില്ല. ഇതുപോലെയുള്ളൂ പഴയ നിയമം എന്ന് ഞാൻ പറഞ്ഞതല്ല, എന്നോടൊരു സുഹൃത്ത്. കാരണം നമ്മുടെ വാഗ്ദത്തങ്ങളെല്ലാം പുതിയ നിയമത്തിലാണ്. ആ പുതിയ നിയമത്തിലൂടെ നമ്മൾ കാര്യങ്ങളെ കണ്ടാൽ മതി, പഴയ നിയമം വേണ്ട. ഞാനും ആലോചിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഉദാഹരണം വളരെ നല്ലതാണ്. ഞാൻ ഒന്നത് ശരി വെച്ച് അങ്ങോട്ട് നടക്കുകയും പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ ഉൾക്കിടിലം പോലെ ഉൾവിളി ഉണ്ടായി. ഞാൻ തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, അങ്ങനല്ല, ആജീവനാന്തം ആ 100 രൂപ പത്രത്തിനാവില്ല. സംശയമുണ്ടോ? അന്ന് എഴുതിയ വാക്കിന്റെ വിലയാ ഇന്നിവിടെ ഞാൻ താമസിക്കാൻ കാരണം. അന്ന് ആ കരാറിൽ എന്ത് പറഞ്ഞ് ഉറപ്പിച്ചോ അതുകൊണ്ടാണ് ഞാനിന്ന് ഇവിടെ പാർക്കുന്നത്. ഇതിന്റെ കരാറിന് വിലയുണ്ട്. ആളുകൾ തമ്മിൽ പറഞ്ഞുറപ്പിച്ച വാക്കാണെങ്കിൽ ആ വാക്കിന് വിലയുണ്ട്. അതുകൊണ്ട് മുദ്രപത്രം പോയാലും ആ വാക്കിന്റെ വില എന്നും നിലനിൽക്കും. അതാണ് പഴയ നിയമം. ഇതെന്താ ഇപ്പോൾ പറയുക? ഒറത്തി എന്നിട്ട് പറയുന്നു 66 പുസ്തകവും അടങ്ങിയ പരിശുദ്ധാത്മ പ്രേരിതമായി എഴുതിയ ബൈബിളിലെ ഒരു ബുക്ക് പോലും 66-ലെ ഒരെണ്ണം പോലും കളയാനോ എടുക്കാനോ നമുക്ക് ചുമതലയില്ല. 66ഉം അതേപോലെ വേണം. അടുത്തടത്ത് എന്നിട്ട് പറയുന്നു, ഞാൻ പുതിയ നിയമത്തിൻ്റെ മാത്രം പ്രതിനിധിയാണ്, 27 പുസ്തകത്തെക്കുറിച്ച് മാത്രം എൻ്റെ അടുക്കെ സംസാരിച്ചാൽ മതി. അപ്പോൾ ബാക്കിയുള്ളത് ആ സമയത്ത് എവിടെ പോയി? 66 പുസ്തകമുള്ള ബൈബിളിലെ 66 പുസ്തകങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്താൽ എഴുതപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നവൻ്റെ പേരാണ് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ വ്യക്തി തന്നെ 66 പുസ്തകം വിട്ടിട്ട് 27ലേക്ക് ചുരുങ്ങിയിരിക്കുമ്പോൾ അയാൾ ക്രിസ്ത്യാനി അല്ല എന്ന് അവിടെ തന്നെ തെളിഞ്ഞിരിക്കുകയാണ്. ഇത് ക്രിസ്ത്യാനികളുടെ പൊതുവിലുള്ള ഒരു ടാക്റ്റിക്കാണ്. അല്ലെങ്കിൽ അതിൽ പ്രത്യേകിച്ചും പെന്തക്കോസ്തുകാർ ഒരു മോസ്റ്റ് പോപ്പുലർ ഉഡായിപ്പ് അടവ് നയമാണ്. കാരണം അവരൊരു സെക്യുലർ പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ പൊതുമധ്യത്തിൽ മറ്റുള്ള മനുഷ്യരുമായിട്ടും മറ്റുള്ള വിശ്വാസികൾ വരുന്നിടത്ത് ചെല്ലുമ്പോഴേക്കും അവരങ്ങ് പുതിയ നിയമത്തിൻ്റെ ആൾക്കാരായി മാറും. നേരെ മറിച്ച് അവരുടെ സഭകളിൽ, അതായത് ഇവരുടെ പള്ളികളിൽ, ഇവർ ഫെയ്ത്ത് ഹോം എന്നൊക്കെ പറയുന്ന ആ ഒരു സ്റ്റേജിലാണ് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതെങ്കിൽ അവരേറ്റവും കൂടുതൽ എടുത്തു വെച്ച് ഉപയോഗിക്കാറുള്ളത് നമ്മളുടെ പഴയ നിയമമാണ്. കാരണം അവിടെ കൃത്യമായിട്ടും വിശ്വാസികളെ വിരട്ടിയും വിലപേശിയും അവരുടെ വരുതിയിലാക്കി നിർത്തേണ്ടത് ഏറ്റവും അനിവാര്യം ഇവർക്ക് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികൾ ഒരു പ്രൈവറ്റ് സ്പേസിൽ, അതായത് അവരും അവരുടെ വിശ്വാസികളും മാത്രം ഒതുങ്ങിയുള്ള ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ പഴയ നിയമവും പുതിയ നിയമവും എല്ലാം നമ്മൾക്ക് സ്വീകാര്യമായി മാറുകയും നേരെ മറിച്ചൊരു പബ്ലിക് സ്പേസിലേക്ക് പോകുമ്പോൾ പഴയ നിയമത്തിലെ എല്ലാ കൊള്ളരുതായ്മകളെയും ഇവരുടെ ആ ഒരു സൈക്കോപാത്ത് ദൈവം, യേശുവിൻ്റെ പിതാവായ ദൈവം, ഇനിയിപ്പോൾ പുതിയ നിയമം മാത്രമാണെന്ന് പറഞ്ഞ് വാദിച്ചാൽ കൂടി യേശു ക്രിസ്തു പോലും പിതാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന യഹോവയുടെ തനിക്കുണം ഒരു സൈക്കോപാത്താണെന്ന് ഇവർക്ക് തന്നെ ധാരണയുള്ളതുകൊണ്ട് ഒരു പബ്ലിക് സ്പേസിലേക്ക് ചെല്ലുമ്പോൾ ആ യഹോവയെ ഒന്നെടുത്ത് താത്തു വെച്ചിട്ട് നമ്മൾ യേശുവിനെ എടുത്ത് പൊക്കിപ്പിടിക്കും. അത്രയും മാത്രമാണ് ഇവിടെ ചെയ്തിരിക്കുന്ന ഒരു കാര്യം, ഒരു അടവ് നയം. എന്തായാലും കൊടുത്തോട്ടം ഇവിടെ ക്രിസ്ത്യാനി അല്ലാതായി മാറിയത് മറ്റാരും ക്രിസ്ത്യാനിറ്റിക്ക് കൊടുത്തൊരു ഡെഫിനിഷൻ വെച്ചിട്ടല്ല. സ്വന്തം ഡെഫിനിഷന് പോലും നീതി പുലർത്തി ജീവിക്കാൻ കഴിയാത്തൊരു വ്യക്തി ഇനിയും ആ ഒരു വിശ്വാസത്തിൽ നിന്ന് കളിക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് എനിക്ക് അറിയാത്തത്. എന്തായാലും കൊടുത്തോട്ടം ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് അങ്ങനെ ഒരു വെല്ലുവിളി ഉന്നയിച്ചിരിക്കുന്നത്. പുള്ളിക്കാരൻ വാക്കിന് വിലയുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് നിരീശ്വരവാദത്തിലേക്ക് വരുമെന്നും എസൻസുമായി ചേർന്ന് പ്രവർത്തിക്കും എന്നുമാണ്. എന്തായാലും ഇതൊക്കെയാണ് ഞാൻ എപ്പോഴും പറയാറുള്ള പെന്തക്കോസ്തുകാരുടെ ഇരട്ടത്താപ്പ് അല്ലെങ്കിൽ എ ക്ലാസ് ഹിപ്പോക്രസി. വിശ്വാസികളുടെ കാര്യം ആലോചിച്ചിട്ടാണ് എനിക്ക് വല്ലാത്ത സങ്കടമുള്ളത്. ഇതിനെപ്പോലും ന്യായീകരിച്ച് വെളുപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഇപ്പോൾ വിശ്വാസികളുടെ ആയി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഞാൻ നിങ്ങളുടെ ന്യായീകരണം മെഴുകലുകൾ കാണാനായി കാത്തിരിക്കുകയാണ് ഇവിടെ.